മലയാളി ബിഗ് ബോസ് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വോട്ടിംഗ് ഗ്രാഫ് കാണിക്കുന്നത്. വോട്ടിംഗ് ഗ്രാഫ് എന്തുകൊണ്ട് കഴിഞ്ഞ സീസണിൽ കാണിച്ചില്ല? ഒത്തിരി പേര് വിമർശനം പറഞ്ഞിരുന്നു. വോട്ടിംഗ് ഗ്രാഫ് കാണിച്ചില്ല, നമ്മൾ ചെയ്ത വോട്ടൊന്നും കാണിക്കാത്തത് കള്ളത്തരമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ പേര് പരാതിയൊക്കെ പറയുന്നത് കഴിഞ്ഞ ഇയറിലെ ഗ്രാൻഡ് ഫിനാലയിൽ തന്നെ നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. എന്നാൽ ഇത്തവണ വോട്ടിംഗ് കാണിക്കുന്നുണ്ട്. എന്തിനാണ്? പ്രഹസനമാണോ? പറയാം. കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റിയത് ഒന്നാമത്തെ ആഴ്ച മുതൽ 13ാമത്തെ ആഴ്ച വരെ ഉണ്ടായിരുന്ന വോട്ടിങ്ങും ഓരോരുത്തർക്കും എത്ര വോട്ടിംഗ് കിട്ടി. ഫസ്റ്റ് വീക്കിലെ നോമിനേഷനിൽ ഔട്ടായ ആളുടെ വോട്ടിംഗ് ഗ്രാഫ്, സെക്കൻഡ് വീക്കിലത്, തേർഡ് വീക്കിലത്, അങ്ങനെ 13 ആഴ്ചയിലും എന്താണ് നടന്നതെന്നുള്ളതിൻ്റെ എവിക്ഷൻ്റെ ആ ഒരു വോട്ടിംഗ് ഗ്രാഫ് കാണിക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. സീസൺ 3 കാണിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. സീസൺ 3 അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വേറെ ഒരു സീസണിലും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ വീണ്ടും ഈ സീസണിൽ കാണിക്കും, വോട്ടിംഗ് ഗ്രാഫ് കാണിക്കും. ഫസ്റ്റ് ആഴ്ചയിൽ ഇത്ര പേര് നോമിനേറ്റഡ്, അതിനകത്ത് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ വോട്ടിംഗ് ഇങ്ങനെ കാണിക്കും. അതുപോലെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിനെ ഞാൻ എപ്പോഴും പുകഴ്ത്തുമെങ്കിലും എനിക്ക് ഒരു കാര്യം മാത്രം മലയാളം ബിഗ് ബോസിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. വോട്ടിംഗ് കാണിച്ചിട്ട് ഇങ്ങനെ ദ വിന്നർ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കുന്നത്. വോട്ടിംഗ് കാണിക്കുമ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു നെഞ്ചിരിപ്പാണ്, ഇങ്ങനെ വോട്ടിംഗ് ഇങ്ങനെ കയറി പോകുമ്പോൾ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ലെവൽ സംഭവമാണോ എന്തോ ഒന്ന് വരുന്നത്. എന്തായാലും വോട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 13 ആഴ്ചയിലെ വോട്ടിംഗും കാണിക്കുന്നുണ്ട്. ഈ 14ാം ആഴ്ചയിലെ കാണിക്കുമോ എന്തോ നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് മലയാളം ബിഗ് ബോസിൽ എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമാണ് നമ്മുടെ സൽമാൻ സാറും കമൽ സാറൊക്കെ കാണിക്കും പോലെ ഇങ്ങനെ ഇതായിരിക്കോ പൊക്കേണ്ട കൈ, അതോ ഈ കൈയാണോ ഞാൻ പൊക്കേണ്ടത്, ഈ കൈ പൊക്കണോ അതോ ഇത് പൊക്കണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹിന്ദിയിൽ ഈ സീസൺ കി വിന്നർ റുബീന ഓർ തേജസ്വി ഓർ പ്രതീക് സേജ്വാൾ MC സ്റ്റാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിടന്ന് കളിക്കുന്ന കണക്ക് മലയാളത്തിൽ അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. തമിഴിലും കമൽ സാറ് ഇന്ത കൈതാനേ മണിചന്ദ്ര അർച്ചന എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ പൊക്കിയാൽ ഒരു സെറ്റ് ആയിരിക്കും സംഭവം. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ സിനിമയിൽ അവസരം ആർക്ക് കിട്ടിയെന്ന് ഇതുവരെ ഒരു പിടിയുമില്ല. എന്നിരുന്നാലും കേൾക്കുന്നത് അഭിഷേകിനും ജാസ്മിനും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ കൺഫേംഡ് പറയുന്നില്ല. അഭിഷേകിനും ജാസ്മിനും എന്നാണ്. ഇപ്പം തുടങ്ങും ഫിനാലെ, ഇപ്പം തുടങ്ങും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പോയി കാണുക, എല്ലാവരും പോയി കാണുക. അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ പരസ്യമൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, ജാസ്മിൻ എങ്ങനെ ഔട്ടായെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ഔട്ടായ സംഭവങ്ങളുടെ വിശേഷങ്ങളും ടാസ്കും ഒക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചാനലൊന്ന് നോക്കാം. ഞാൻ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പം അടുത്ത അപ്ഡേറ്റ് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.